ഹലോ, ലെറ്റൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നിവിടെ ഒരു കോളിഫ്ലവർ ഫ്രൈ ചെയ്ത് നോക്കിയാലോ. അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ ഞാൻ ഇവിടെ ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ ആ ഞെട്ടും ആ ഇലയും ഇതൊക്കെ ഒന്ന് മുറിച്ച് കളയാം. ഇനി അത് നമുക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. ഒരുപാട് ചെറുതാക്കി എടുക്കുന്നില്ല, ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് കേട്ടോ എടുക്കുന്നത്. കുറച്ചും കൂടി ചെറുതാക്കണമെങ്കിൽ കുറച്ചും കൂടി ചെറുതാക്കാം. ഞാൻ നമ്മുടെ കോളിഫ്ലവറൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അതിൽ പുഴു ഉണ്ടാവും, നമുക്കിത് കാണാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ ഈ തണ്ടിൻ്റെ ഉള്ളിലൊക്കെ ഉണ്ടല്ലോ ചെറിയ ചെറിയ പുഴുക്കളുണ്ടാവും കേട്ടോ. നമുക്കിത് പെട്ടെന്ന് നോക്കിയാൽ നമ്മുടെ കണ്ണിൽ പെടില്ല. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിൽ ഞാൻ 2-3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ അതിൽ ചെറിയ പുഴുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചത്തുപൊക്കോളും. ഇനി നമുക്ക് അപ്പോഴേക്കും ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. ഒരു 3/4 കപ്പോളം കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് മൈദയാണ്. ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂണോളം മൈദ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.25 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. ഇനി അരിപ്പൊടിയാണ്, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. ഞാനിവിടെ പുട്ടുപൊടിയാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. ഒരു 1.5 സ്പൂണ് പുട്ടുപൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1.25 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഒരു 3/4 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാല കേട്ടോ, ഒരു 1/4 സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചതച്ചതാണ്, ഒരു ടേബിൾ സ്പൂൺ ഉണ്ട് കേട്ടോ. അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ഒരുപാട് വെള്ളം ഒഴിച്ച് ഒരുപാട് വെള്ളം പോലെയൊന്നും ആവരുത്, കുറച്ച് കട്ടിയിൽ വേണം അത് മിക്സാക്കി എടുക്കാൻ. ഞാനിതൊന്ന് മിക്സാക്കി എടുക്കട്ടെ. അപ്പോൾ അതാ ഞാൻ നമ്മുടെ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉപ്പിടാൻ മറന്നു പോയി കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത്ര ലൂസായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ, കുറച്ചും കൂടി ഒന്ന് കട്ടിയായാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഒന്ന് ലൂസായി പോയി, പക്ഷേ അത് കുഴപ്പമില്ല. എന്നാലും ഒന്നും കൂടി ചെറുതായിട്ടൊന്ന് കട്ടിയാവുമ്പോൾ നന്നായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഇവിടെ വെന്ത് ഞാൻ വെള്ളമൊക്കെ ഊറ്റി കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഈ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ മാവ് ഒരുപാട് വെള്ളമാകുമ്പോൾ ഈ കോളിഫ്ലവറിലേക്കൊന്നും അത് പിടിക്കില്ല. അതാണ് കുറച്ച് കട്ടിയിലെടുക്കണം എന്ന് പറയണം കേട്ടോ എപ്പോഴും. നമുക്ക് ആ കോളിഫ്ലവർ മുഴുവനായിട്ട് അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഈ സ്പൂൺ വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ. ആ മാവൊക്കെ അതിലേക്ക് നന്നായിട്ട് പിടിക്കുന്ന രീതിയിൽ ഒരുപാടിട്ട് കുത്തി ഇളക്കി കൊടുക്കരുത്. കോളിഫ്ലവറൊക്കെ അത് ഉടഞ്ഞു പോവും. ചെറുതായിട്ട് പതുക്കെ പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് മിക്സാക്കി മെല്ലെ കൊടുക്കണം കേട്ടോ. നമ്മൾ വേവിച്ചത് കൊണ്ട് കോളിഫ്ലവർ ഒന്ന് വെന്തിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഒരുപാട് ഇട്ട് ഇളക്കി കഴിയുമ്പോൾ ആ കോളിഫ്ലവറൊക്കെ പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ച് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറിലേക്കൊക്കെ മാവൊക്കെ നന്നായിട്ടൊന്ന് മിക്സാക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വേണമെങ്കിൽ കുറച്ച് സമയം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ അതിനായിട്ടൊരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കോളിഫ്ലവർ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. എണ്ണ ഒഴിക്കുന്നതിനനുസരിച്ച് ഒരുപാട് എണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ച് വറുത്തെടുക്കാം. കുറച്ച് എണ്ണ അതിനനുസരിച്ചിട്ട് വറുത്തെടുക്കുക. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവറൊക്കെ കളറ് മാറി വരുന്നുണ്ട്. ഞാനിപ്പോൾ തീ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതാ കണ്ടോ, നമ്മുടെ കോളിഫ്ലവറൊക്കെ കളറ് മാറി ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് പതുക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം.
കണ്ടോ അതിൻ്റെ കളറൊക്കെ ഒന്ന് റെഡ് കളറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്നുകൂടി ഒന്ന് ഫ്രൈ ആവട്ടെ. ഇനി നമുക്ക് ഈ സമയത്ത് ഒരു 2 പച്ചമുളക് രണ്ടായിട്ടൊന്ന് കീറിയിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. കാണുമ്പോഴും ഒരു ഭംഗി ഉണ്ടാവും, ഒരു ചെറിയൊരു മണമൊക്കെ ഉണ്ടാവും അതിൻ്റെ. കണ്ടോ അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പതുക്കെ കോരി മാറ്റാം. അപ്പം ഞാനിത് ഒരുപാടൊന്നും എടുത്തിട്ടില്ല കേട്ടോ. ഞാൻ കണ്ടില്ല, ചെറിയൊരു കോളിഫ്ലവർ എടുത്തിട്ടുള്ളൂ. ഇവിടെ കുട്ടികളൊന്നും ഇല്ല, കുട്ടികൾ വെക്കേഷൻ ആയതുകൊണ്ടൊക്കെ വീട്ടിലാണ്. അപ്പോൾ ഞങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരുപാടൊന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാനിതൊക്കെ ഒന്ന് കോരി മാറ്റുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. അടിപൊളി ടേസ്റ്റായിട്ടുള്ളൊരു ഫ്രൈ ആണിത്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരാം. താങ്ക്